മുഅ്മിനീങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളോട് സഹകരിക്കുന്നവർക്കും നീ നൽകണം റഹ്മാനേ. അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, അവിടുന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അല്ലാഹുവേ, സത്യത്തിലേക്കും നന്മയിലേക്കും സൗഹാർദ്ദത്തിലേക്കും ഐക്യത്തിലേക്കും നന്മയിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതിന് പകരം പരസ്പരം ഓരോ മഹല്ലുകളിലും പ്രദേശങ്ങളിലും പരസ്പരം കുറ്റം പറയാനും തെറി പറയാനും ആക്രമിക്കാനും എതിർക്കാനും പഠിപ്പിക്കുന്നവരുണ്ട്. അവരുടെ ഖൽബും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ മുഴുവൻ ആളുകളെ ഖൽബും ഞങ്ങളെ ഖൽബും നീ നന്നാക്കി തരണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, ആ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. കൂട്ടത്തിൽ പല മുഅ്ജിസത്തുകളും ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോൾ അതൊന്നും പറയാൻ സമയമില്ല. മദീനയിലെത്തുമ്പോൾ അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. തക്ബീർ ചൊല്ലി സ്വീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്. ആ സമയം മുതൽ സുബ്ഹാനല്ലാഹ്, അന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയുമാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനവുമാണ്. സ്വഹാബത്ത് അതാ ഗംഭീരമായി മൗലിദ് ഓതുന്നു. തലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഉസു ഫീനാ ജിതബിൽ അംദിൽ മുതാഇ ജിതശറഫ്തൽ മദീന മർഹബൻ خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സ്വാഗതം ചെയ്യുന്നില്ലേ? സഹബത്തു തലഅൽ ബദ്റു ചൊല്ലി സ്വാഗതം ചെയ്യുന്നു. മദീനയിലേക്ക് ഇങ്ങ് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാനത് മുമ്പ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പലരും സ്വീകരണത്തിന് നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ ഗംഭീര സ്വീകരണം നൽകിയ മഹാന്മാരായ സഹാബത്ത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, അവരുടെ അതിരറ്റ സ്നേഹം, അതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തില്ലേ, വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും ഫയദ്ലുഖു ബിഹാ വജ്ഹഹു വജിൽദഹു. എന്തിനധികം പറയണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ ആ തുപ്പുന്ന ഉമിനീര് ഞാനും നിങ്ങളും തുപ്പുന്ന കഫം പോലെയല്ല, മറിച്ച് അവിടുത്തെ ഉമിനീരിന് അതേ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് രോഗം മാറിപ്പോയതാണ്. അവിടുത്തെ ഉമിനീര് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ വെച്ച് കണ്ണിനത് അമ്പ് കൊണ്ടിട്ട് കണ്ണങ്ങ് ചൂഴ്ന്ന് തെറിച്ച് മുഖത്തുകൂടെ അങ്ങ് ഒലിച്ചുപോയി. ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ സമീപത്ത് വന്ന് പറഞ്ഞു, നബിയേ എന്റെ കണ്ണൊന്ന് ശരിയാക്കി തരണം നബിയേ. അവിടുന്ന് പറഞ്ഞു, ഖതാദ നീ ഒന്ന് ക്ഷമിച്ചോ, ക്ഷമിച്ചാ വലിയ പ്രതിഫലമാണ്, മുസീബത്തുകൾക്കൊക്കെയും വലിയ പ്രതിഫലമാണ്, ക്ഷമിച്ചോ ഖതാദ, വലിയ സ്ഥാനം കിട്ടും റബ്ബിന്റെ അടുക്കൽ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ പടച്ചവന്റെ പ്രതിഫലം എനിക്ക് വേണം, അതിൽ സംശയമില്ല. പക്ഷേ ഞാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, എനിക്ക് ഭാര്യയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഹറാമിലേക്ക് തെറിച്ചു പോകും, എനിക്ക് അല്ലാഹ് അനുവദിച്ച നിലയ്ക്ക് ജീവിക്കണ്ടേ, അതിന് ഭാര്യ നിർബന്ധമാണ്. പക്ഷേ ഭാര്യയുടെ സമീപത്ത് ഈ കണ്ണില്ലാതെ ഞാൻ അങ്ങ് ചെന്നാൽ അവൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല നബിയേ. അതുകൊണ്ട് എനിക്ക് എന്റെ ദീനിയായ ചുറ്റുപാട് നിലനിർത്തി എനിക്ക് ഹറാമിലേക്ക് തെറിച്ചു പോകാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി നബിയെ എന്റെ കണ്ണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയും എന്റെ ദീന് അത് നിലനിർത്തി തഖ്വയോടെ ജീവിക്കാൻ വേണ്ടിയും തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് എന്റെ കണ്ണൊന്ന് ശരിപ്പെടുത്തി തരണം നബിയേ. وهو الحبيب الذي ترجى الشفاعة. അതേ ഏത് വിഷയത്തിലും അവിടുത്തെ റക്കമന്റെ പ്രയോജനമല്ലേ. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തമീ. ഇപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബയുള്ള പടുകൂറ്റൻ ജാറമില്ലേ മദീനയിൽ, ആ ജാറത്തിന്റെ പിന്നിൽ ഹുജറത്ത് ഫാത്തിമ എന്ന് പറയുന്ന റൂമില്ലേ, ആ റൂമിനൊരു ഗംഭീര ഡോറില്ലേ, ആ ഡോറിന്റെ പിത്തളയുടെ വട്ടക്കണ്ണിയുടെ മേലെ ബുർദബൈത്തിലുള്ള ഈ വരി വെച്ച് കഥാ കൊത്തിവെച്ചിട്ടില്ലേ. ഏത് പ്രശ്നങ്ങൾക്കും അവിടുത്തെ റെക്കമെന്റ് പരിഹാരമാണ്. ഇമാം ബൂസരി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, സ്വഹാബത്തിന്റെ അനുഭവമാണ്. ഇരിക്കട്ടെ, ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരൽപ്പമെടുത്ത് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് തലസ്ഥാനത്ത് വെച്ച് അല്പം ഉമിനീരങ്ങ് പുരട്ടിക്കൊടുത്തോ പിന്നെ അവിടുത്തെ കണ്ണിനൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്തെ കണ്ണിന് വല്ലപ്പോഴും ചെങ്കണ്ണ് ബാധിച്ചാലും ആ കണ്ണിന് ജീവിതം ഒരിക്കലും തന്നെ മരണം വരെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. അത്ര വലിയ ഔഷധ വീര്യമുള്ളതല്ലേ അവിടുത്തെ ഉമിനീര്. ഓ സുഹൃത്തുക്കളെ, ആ മഹത്തായ ഉമിനീര് അവിടുന്ന് കാർക്കിച്ചിങ്ങ് തുപ്പിയാൽ വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ ഉടനെ തന്നെ കൈകാട്ടിപ്പോയി, ഓരോരുത്തരും കൈകാട്ടിപ്പോയി. അവിടുത്തെ ഉമിനീര് കാർക്കിച്ചു തുപ്പുന്നത് കയ്യിൽ കിട്ടാനാണ്. ആ കയ്യിൽ അത് വീണുപോയി, കിട്ടിയാലോ അത് കൊണ്ടുപോയി കഴുകുകയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ടിന സഹീഹായ ഹദീസ്. ആർക്കാണ് അതിന്റെ സനദിൽ സംശയം, ആർക്കാണ് അതിന്റെ ആധികാരികതയിൽ സംശയം, ഏത് മുസ്ലിമിനാണത് തള്ളാൻ സാധിക്കുന്നത്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയതല്ലേ. ആ ഉമിനീര് അതാ ഫയദ്ലുകു ബിഹാ വജ്ഹഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ ആ ഉമിനീര് മുഖത്ത് തൊട്ട് പുരട്ടുകയാണ്, മുഖത്ത് തൊട്ട് പുരട്ടുകയാണ്. വജിൽദഹു, ശരീരത്തിൽ തോലിൽ തൊട്ട് പുരട്ടുകയാണ്. ആദലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച സഹാബത്തല്ലേ. യുക്തിവാദികളും നിരീശ്വരവാദികളും അവരെ ചങ്ങാത്തം കെട്ടിയ ചില പുത്തൻവാദികൾ അവർക്കിത് ബുഖാരിയിൽ കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരികയാണ്. അവര് ബുഖാരി തള്ളുകയാണ്. ബുഖാരിയിൽ അങ്ങനെ പല കുളൂസുമുണ്ട്, അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് എഴുതിയില്ലേ മുസ്ലിം നാമധാരികൾ. അവരും ദീനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർക്ക് ലോകത്തെക്കുറിച്ച് എന്ത് വിവരമാണ്? ഇപ്പോൾ ഞാനതിലേക്ക് പറയുന്നില്ല. അവർക്ക് ഹബീബായ നബി തങ്ങളെ അറിയില്ല, അവിടുത്തെ മഹത്വം അറിയില്ല. അവർക്ക് എന്തിനധികം പറയണം, ലോകത്തുള്ള ഒന്നും അറിയില്ല. ഞാൻ ഇന്ന് നമ്മുടെ ഹമീദ് ഹാജിയുടെ പുതിയ വീട് നിർമ്മിച്ച അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദന്മാരും ഉസ്താദ് അവറുകളും വന്നപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു മരുന്ന് കുടിച്ചു.
ഞാൻ കുടിക്കുന്ന ഒരു ആര്യവൈദ്യന്മാരെ മരുന്നാണ്, അതുകൊണ്ട് 4 ആൾ അറിയാതെ കുടിക്കാൻ കഴിയില്ല. സാധാരണ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ആരും അറിയാതെ കുടിക്കാം. ചെയ്ത് കുടിക്കണമെങ്കിൽ അതിലതാ തേന് ചേർക്കണം, പിന്നെ കുറച്ച് അതാ ചെറുനാരങ്ങന്റെ നീര് ചേർക്കണം, എന്നിട്ട് ഗുളിക ഇട്ട് തഴക്കണം, എന്നിട്ടൊക്കെ കൂടി കുടിക്കണം. അപ്പൊ 4 ആൾ അറിയാതെ കുടിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, അത് കുടിക്കുമ്പോൾ ചേർത്തത് തേനാണ്. ഈ തേന് ചേർക്കണമെന്ന് എന്നോട് പറഞ്ഞത് ആരാണ്? എനിക്ക് മരുന്ന് എഴുതി തന്നത് ആരാണ്? അത് കുമാരൻ ഡോക്ടറാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുമാരന് ഖുർആൻ പഠിപ്പിച്ചതാണോ തേനിൽ ശിഫയുണ്ടെന്ന വിവരം? അല്ല. അദ്ദേഹം ചികിത്സ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. തേനിൽ രോഗശമനമുണ്ട്, അത് ഖുർആൻ പറഞ്ഞ വിഷയമാണ്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേനിൽ രോഗശമനമുണ്ട്. എന്തുകൊണ്ടാണ് തേനിൽ രോഗശമനം? എന്താണത് സാധനം? ഓ യുക്തിവാദി ചിന്തിക്കട്ടെ. അവനനുകൂലിച്ച തീവ്രവാദിയും പുത്തൻവാദിയും ചിന്തിക്കട്ടെ. എന്താ തേനിന്റെ പ്രത്യേകത? അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഖ്റു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. അതൊരു ജീവിയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന പാനീയമാണ്. ഒരു ജീവിയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന പാനീയമാണ്. ശറാബ് എന്ന വാക്കിനർത്ഥം പാനീയമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നാദാപുരത്ത് വന്ന് പാട്ടുപാടിയൊരു മനുഷ്യൻ ശറാബ് എന്നതിന് കള്ള് എന്നർത്ഥം വെച്ചു. അപ്പോൾ ഇവിടെ എന്തർത്ഥം വെക്കണം? അതേ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ, അതേ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് കുറച്ച് കള്ള് പുറപ്പെടുന്നു എന്നർത്ഥം വെക്കണം. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്തവൻ മതം പറഞ്ഞാലുണ്ടാകുന്ന നാശം പറയണോ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, കളറ് വ്യത്യസ്തമായ പാനീയം ആ ഒരു ജീവിയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു. ഏതാണത് ജീവി? അത് തേനീച്ചയാണ്. പുറപ്പെടുന്നത് തൊള്ളയിലൂടെയാണ്. ആ തേനീച്ചയുടെ തൊള്ളയിലൂടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന പാനീയം അത് രോഗശമനമുള്ളതാണെന്ന് കുമാരൻ ഡോക്ടറും കണാരൻ ഡോക്ടറും അതുപോലെ ജോസഫ് ഡോക്ടറും എല്ലാ ഡോക്ടറും സമ്മതിച്ചില്ലേ? യുക്തിവാദി അംഗീകരിച്ചില്ലേ? തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും പുത്തൻവാദിയും എല്ലാ വാദിയും തേന് നക്കിയില്ലേ? ചോദിക്കട്ടെ, അതൊരു ജീവിയുടെ തൊള്ളയിൽ നിന്ന് വരുന്നതല്ലേ, വയറ്റിൽ നിന്ന് പുറപ്പെട്ടതല്ലേ? പക്ഷേ മുസ്ലിങ്ങളായ ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങളതിന് മറുപടി പറയും. അത് മറ്റൊരു ഈച്ചയെ പോലെയല്ല, മറ്റൊരു മൃഗത്തെ പോലെയല്ല. ആ മൃഗത്തിനൊരു ആ ഈച്ചക്കൊരു ബഹുമാനമുണ്ട്. എന്താ ബഹുമാനം? ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചയിലേക്ക് അല്ലാഹു വഹി അറിയിച്ചു. അല്ലാഹു വഹി കൊടുത്ത ജീവിയാണത്. അല്ലാഹു വഹി കൊടുത്ത ജീവിയാണത്. ആ വഹി കിട്ടിയ ജീവിയായതുകൊണ്ട് തന്നെ അതും നിങ്ങൾ ഓർക്കണം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ടുള്ള വഹിയല്ല, മറിച്ച് ഇൽഹാമിന്റെ വഹിയാണ്, ഔലിയാക്കൾക്ക് കിട്ടുന്ന വഹിയാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണേ നിന്നെ പറയുന്നും കേട്ടോവർ, ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. മഹാനായ ഗൗസുല്ലാദം തങ്ങൾ കൊല്ല കൊടുത്ത ഇൽഹാമില്ലേ. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും നൽകി ഈ ഉമ്മത്തിനെ നയിക്കാൻ, നമ്മുടെ എല്ലാ സമൂഹത്തിനും നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തആല ദീർഘകാലം നമ്മുടെ കൂടെ ജീവിച്ച് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയ ആ മഹാമനുഷ്യൻ അല്ലാഹുവേ, ഒരുപാട് കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, സമൂഹത്തിന്റെ നന്മയിലായി, മാനവികത ഉണർത്തുന്നതിലായി, സംസ്കരണവും സംസ്കാരവും പഠിപ്പിക്കുന്നതിലായി, യതീം മക്കളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിലായി, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിലായി നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവിടുത്തെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെയും ഈ സമുദായത്തെയും നീ അനുഗ്രഹിക്കണം റഹ്മാനേ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ഞാനിനി നീട്ടുന്നില്ല, പറഞ്ഞ ചരിത്രം ചുരുക്കി പറഞ്ഞു നിർത്തട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് വഹി കൊടുത്തു എന്ന് ഖുർആൻ. അത് ഏത് വഹിയാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ടുള്ള വഹിയല്ല, മറിച്ച് ഇൽഹാമിന്റെ വഹിയാണ്, ഔലിയാക്കൾക്കുള്ള വഹിയാണ്. കാരണം ഒരു പെണ്ണിനെയും അല്ലാഹു നബിയാക്കി അയച്ചിട്ടില്ല. വമാ കാനത് നബിയൻ ഖത്തു ഉൻസാ. അപ്പോൾ ആ വഹി ഇൽഹാമിന്റെ വഹിയാണ്. അതാണ് ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞ ഫിയകൾ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് പറഞ്ഞ മനസ്സിൽ കൊടുക്കുന്ന വിവരം. ആ വിവരം വളരെ വലിയ വിഷയമാണ്. ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ സദസ്സിലുണ്ട് എന്റെ സ്നേഹിതൻ ഇസ്മായിൽ സഖാഫി, നമ്മുടെ നാദാപുരം ദാറുൽ മാനേജറാണ്. ഇസ്മായിൽ സഖാഫിക്ക് മക്കളില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ് അവர்கள் കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഗർഭിണിയാക്കി അദ്ദേഹത്തിന്റെ ഭാര്യയെ. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉസ്താദ് അവர்களോട് അതാ ഗർഭിണിയാണെന്ന് വിവരം പറഞ്ഞപ്പോ മകനെ കുട്ടിക്ക് പേര് വിളിച്ചു കൊടുത്തു. ആൺകുട്ടിയുടെ പേരാണ് വിളിച്ചു കൊടുത്തത്. അതേ കുട്ടിയുടെ പേര് വിളിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ആൺകുട്ടിയെ തന്നെ ആ സ്ത്രീ പ്രസവിച്ചു. അങ്ങനത്തെ എത്ര അനുഭവമുള്ളവർ ഈ സദസ്സിലുണ്ട്. ടി അബൂബക്കർ ഹാജി പൊയിലൂർ ഈ സദസ്സിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആശുപത്രിയിൽ കിടക്കുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ തീരെ സുഖമില്ലാതെ ഉസ്താദിനെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോ ഇനി അദ്ദേഹത്തിന് വേദനയില്ലെന്ന് പറഞ്ഞു. പിന്നെ വേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അല്ലാഹു തആല ഉസ്താദ് അവർക്ക് നൽകി. അത് യതീം കുട്ടികളെ പോറ്റിയതിന്റെ പവറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞതിന്റെ പവറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന 10,000-കണക്കിന് പണ്ഡിതന്മാരെ പോറ്റി വളർത്തിയതിന്റെ പവറാണ്. 1000-കണക്കിന് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളി നിർമ്മിച്ചതിന്റെ വകയാണ്. ഉസ്താദ് അവരുടെ ഇരുത്തി ഞാൻ സാധാരണ പറയാറില്ല, അതുകൊണ്ട് ഇപ്പോഴും പറയുന്നില്ല. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇപ്പോൾ ഞാൻ പറയുന്നില്ല. NK കുഞ്ഞബ്ദുള്ള നീർക്കരിമ്പിൽ കുഞ്ഞബ്ദുള്ള പേരോടാണ് ഉസ്താദ് അവர்கள் ദുബായിൽ നിന്ന് അതാ ചെറുവാരി പള്ളിയുള്ള കാലത്ത്, ആദ്യകാലത്ത് അവിടെ വെച്ചൊരു ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബ നിർവഹിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ വന്ന് ഇറങ്ങി ഖുതുബ നിർവഹിച്ച് തിരിച്ചു പോകുമ്പോ ഒരു മനുഷ്യൻ ഒരു ചെറിയ കൂക്ക് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അവരുടെ നാവിൽ നിന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വാചകം സംഭവിച്ചുപോയി. ആ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മരണസമയത്ത് അനുഭവിച്ചുപോയി. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അത് ഉസ്താദ് അവர்கள் മാത്രമല്ല, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള് ഒരാളെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട, തെറി പറയണ്ട, നിന്ദിക്കണ്ട, പരിഹസിക്കണ്ട. അതൊരിക്കലും നമ്മളെ ആഖിബത്ത് നന്നാകാൻ കാരണമാകൂല. ഇപ്പോൾ അതിലേക്ക് കടന്നാൽ വീണ്ടും നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞു. പറഞ്ഞ മസ്അല എന്താണ്? താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്തു നോക്കൽ ഹറാമാണ്. അന്യ സ്ത്രീകളെ മുഖത്തു നോക്കുന്നത് പോലെ തന്നെ ഹറാമാണ് എന്നൊരു നിയമം പറഞ്ഞു ഇമാം നവവി റളിയല്ലാഹു അൻഹു. വാസ്തവത്തിൽ ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം
സ്ത്രീകളെ പോലെയല്ല താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികൾ. സ്ത്രീകളിലേക്ക് വികാരമില്ലാതെ നോക്കിയാലും ഹറാമാണ്. അതേസമയത്ത് ഇത്തരം ആൺകുട്ടികളെ മുഖത്തേക്ക് വികാരത്തോടെ നോക്കിയാൽ ഹറാമാണ്, വികാരമില്ലാതെ നോക്കിയാൽ ഹറാമില്ല എന്നാണ് പണ്ഡിതന്മാര് ഭൂരിപക്ഷവും പറഞ്ഞത്. പക്ഷെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി സൂക്ഷ്മതയോടുകൂടെ അവിടുന്ന് പറഞ്ഞു, അതേ തീരെ നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞു. ആ വിവരമറിഞ്ഞ വേറൊരു പണ്ഡിതൻ അല്ലാമാ റീമി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതൻ തന്നെയാണ്. പക്ഷേ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഒരൽപ്പം നിസ്സാരപ്പെടുത്തി സംസാരിച്ചു പോയി, അല്പം നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു പോയി. പണ്ഡിതനാണ് അല്ലാമാ റീമി റഹിമഹുല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ തന്നെയാണ്. ഞാൻ ആദരിക്കുന്നു, നമ്മൾ ആദരിക്കേണ്ട പണ്ഡിതനാണ്. പക്ഷെ അല്പം നിന്ദിച്ചങ്ങ് സംസാരിച്ചു പോയി. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരെ എഴുതി വെച്ചില്ലേ, അല്ലാമാ റീമി റഹിമഹുല്ലാഹ് വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സമയത്ത് അതാ ഒരു ചെറിയ പൂച്ചയെ പോലുള്ള ഒരു ജീവി ഓടി വന്നിട്ട് ആ അല്ലാമാ റീമി തങ്ങളുടെ മയ്യിത്തിന്റെ സമീപത്ത് വന്ന് നാവ് കടിച്ചെടുത്ത് തിരിച്ചു ഓടിപ്പോയി. ഒരടിയായിക്കും തടുത്തു നിർത്താൻ സാധിച്ചില്ല. കാരണമെന്തേ? അല്ലാഹുവിന്റെ ദീനിന് എണ്ണമറ്റ സംഭാവനകൾ നൽകിയ പടച്ചറബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഖിദ്മത്ത് ചെയ്ത മഹാനായ ഖുതുബും വലിയുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പണ്ഡിതനാണെങ്കിലും മസ്അല പറഞ്ഞാൽ പോരെ, നിന്ദിക്കേണ്ടതുണ്ടോ? ഒരൽപ്പം അവമതിക്കുന്ന വാക്ക് വന്നുപോയതിനാൽ ഇമാമാണെങ്കിലും മരിച്ചു കിടക്കുന്ന സമയത്ത് ആ നാവും കടിച്ച് ഒരു ജീവി ഓടിപ്പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഒരിക്കലും ആലിമീങ്ങളെ മാംസം കൊണ്ട് കളിക്കരുത് കേട്ടോ. ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ നാട്ടുകാരും എന്റെ സമീപത്ത് താമസിക്കുന്നവരും ഈ സാധുവായ എന്നെ സ്നേഹിക്കുന്നവരുമായ നിങ്ങളോടൊരു വസിയത്തായി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ നിസാരപ്പെടുത്തരുത്, തങ്ങന്മാരെ നിസാരപ്പെടുത്തരുത്. അവരേത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഒരു പാർട്ടിയിലില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ കുടുംബത്തെ നിസാരപ്പെടുത്തരുത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ ആലിമീങ്ങളെ നിസാരപ്പെടുത്തരുത്. വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും പേരിൽ എന്തും ചെയ്യൽ നമുക്ക് അനുവദനീയമല്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇദ്ലൂ. ഞാൻ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി തങ്ങളെ ഉമ്മത്തുകൾക്ക് മുഴുവനും പൊറുക്കണം റഹ്മാനേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടിയുള്ള പ്രചരണം, അതിനുവേണ്ടി മദ്ഹുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന പ്രചരണത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മദ്ഹ് പ്രഭാഷണമെന്ന് പോസ്റ്റർ അടിച്ചിട്ട് ആ പോസ്റ്റർ പലരും കൊണ്ടുപോയി ഒട്ടിച്ചപ്പോ എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല, മദ്ഹുർ റസൂൽ എന്ന് റസൂലുള്ളാഹിന്റെ പേരെഴുതിയ സ്ഥലം അത് പറിച്ചു കീറിയവരില്ലേ? അവർ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വരലെങ്കിലേ? ഓ സുഹൃത്തുക്കളെ, അവനവന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും ഒരാളും പോയി പെട്ട് പിന്നെ കൈകടിക്കരുത് കേട്ടു. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ ഞങ്ങൾ വിവരം കുറഞ്ഞവരാണ്. ഞങ്ങളിൽ വിവരക്കേടുകൾ വന്നെങ്കിൽ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് മുഴുവനും, ഈ ഉമ്മത്തിന് മുഴുവനും മാപ്പാക്കണം റഹ്മാനെ. അറിവുകേടിന്റെ പേരിൽ എന്ത് തെറ്റായ വാക്ക് പറഞ്ഞവരുണ്ടെങ്കിലും ഏത് തെറ്റായ പ്രവർത്തനം ചെയ്തവരുണ്ടെങ്കിലും നീ മാപ്പാക്കണം റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊട്ടിക്കണമെന്ന നിലക്ക് യോഗം ചേർന്ന് തീരുമാനിച്ച് അതാ പോവുകയാണ് ഉമൈർ ഇബ്നു വഹബ്. ആ ഉമൈർ ഇബ്നു വഹബ് പോയാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സഹാബത്തല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഉമിനീര് ശരീരത്തിൽ തൊട്ടുപുരട്ടുന്ന സഹാബത്തല്ലേ. ആ സഹാബത്ത് എന്നോട് സഹാബത്തിന്റെ മുമ്പിൽ ചെന്ന് വല്ലതും വിവരക്കേട് ചെയ്താൽ
കൊന്നുപോകുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗത്തിന് സഫ്വാൻ എന്ന് പറയുന്ന ഖുറൈശി ഏറ്റെടുക്കുകയാണ്. നിന്റെ കടം ഞാൻ വീട്ടിക്കോളും, നിന്റെ മക്കളെ ഞാൻ പോറ്റിക്കോളും, നീ പൊയ്ക്കോളേറെ, നീ മദീനയിൽ ചെന്ന് മുഹമ്മദിനെ ഒന്ന് വഞ്ചിച്ചു വരൂ, പൊട്ടിച്ചു വരൂ. വാളുമെടുത്ത് ഉമൈർ മദീനയിലേക്ക് ഇറങ്ങി, നല്ല തിളങ്ങുന്ന വാളും. ആ വാളിന് തന്നെ വിഷം ചേർത്തിട്ട് വിഷം കൂട്ടിയിട്ടുണ്ട്. ഒരു കുത്തിന് തന്നെ വിഷം കൊണ്ട് കൊല്ലണം എന്ന നിലക്ക് വാളുമെടുത്ത് ഉമൈർ മദീനയിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഉമൈറിന്റെ വരവ് കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, ഹാദാ ഉമൈർ ഇബ്നു വഹബ് ശൈത്താനും മിൻ ശയാത്തീനി ഖുറൈശ് മാ ജാഅ ഇല്ലാ ലിയഫ്തിക ബിക. നബിയേ, തങ്ങളെ കൊല്ലാൻ തന്നെയാണ് ആ ഖുറൈശികളെ ശൈത്താനിന്റെ വരവ്. നബിയേ, ഞാനിങ്ങോട്ട് കയറാൻ അനുവദിക്കൂല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ മനുഷ്യരെയും സൽസ്വഭാവം കൊണ്ട് കീഴ്പ്പെടുത്തിയ, സത്യത്തിന്റെ വചനം കൊണ്ട് കീഴ്പ്പെടുത്തിയ, മൃഗീയതയുള്ള മുഴുവൻ ആളുകളുടെയും മൃഗീയതനെ നീക്കി മാനവികതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച് വിജയം കണ്ട ആ മഹാനായ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, അർസിൽഹു യാ ഉമർ, ആ ഉമൈറിനെ നീങ്ങി വിട്ടോ, ഉമറെ പിടിച്ചു വെക്കണ്ട. സമീപത്തിങ്ങെത്തിയപ്പോ ഫളമ്മഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി, നബി തങ്ങളതാ ഈ കഠിന ശത്രുവായ ഉമൈർ, അതേ വിഷത്താൽ ഊട്ടപ്പെട്ട വാളും കൊണ്ടുവന്ന ഉമൈർ, ആ ഉമൈറിനെ പിടിച്ചിങ്ങ് കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് അതാവ കല്ലമഹു അഖ്ബറഹു ബിമാ ജറാ ബൈനഹു വബൈന സഫ്വാൻ. ഉമൈർ ഇബ്നു വഹബിനോട് ചോദിക്കുന്നു, ഉമൈറേ, നിന്റെ കടം സഫ്വാൻ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ? നിന്റെ മക്കളെ സഫ്വാൻ അതാ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നീ എന്നെ കൊല്ലാൻ വേണ്ടി വാളിന് വിഷവും മൂട്ടി വന്നതല്ലേ എന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഖുർആനിൽ ഓതിക്കേൽപ്പിച്ചില്ലേ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അസീമാ. അവിടുത്തെ കള്ള കൊടുത്ത അറിവിനുണ്ടോ വല്ല പരിധിയും നമുക്ക് പറയാൻ കഴിയുന്നു? ആ സ്വകാര്യത്തിന് നിങ്ങൾ രണ്ടുപേരും കഅബത്തിന്റെ അടുക്കലിരുന്ന് യോഗം ചേർന്നു എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് നീ വന്നതല്ലേ ഉമൈറേ എന്നങ്ങോട്ടങ്ങ് ചോദിച്ചപ്പോൾ ഉമൈർ ഇബ്നു വഹബ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി പോയി. പിന്നെ മക്കയിലേക്ക് മുസ്ലിമായിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ. അവിടുത്തെ സ്വഭാവമല്ലേ, അവിടുത്തെ അറിവല്ലേ, അവിടുത്തെ കാരുണ്യമല്ലേ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ അവിടുന്ന് ആയുധമാക്കിയത്. അല്ലാതെ ചീത്ത പറയല്ല, ചീത്തക്ക് ചീത്തയല്ല, തെറിക്ക് തെറിയല്ല, അതുപോലെ തന്നെ കുറ്റം പറയല്ല, അപമതിക്കലല്ല, നിന്ദിക്കലല്ല, പരിഹസിക്കലല്ല, അക്രമമല്ല. മൃഗീയതയിൽ നിന്ന് മനുഷ്യന് മാനവികതയിലേക്ക് മനുഷ്യനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന ആ നേതാവിന്റെ അതാ അനുയായികളും അനന്തരക്കാരുമാണ് ആലിമീകൾ. ആ ആലിമീകളുടെ ഡ്യൂട്ടിയും മനുഷ്യനെ മാനവികത ഉണർത്തിക്കൊണ്ടുവരൽ തന്നെ. മരിച്ചു എല്ലാവർക്കും വേണ്ടി മുസ്താദ് അവർകൾ പ്രാർത്ഥിക്കും. എന്റെ ബാപ്പയും ഉമ്മയും അതും മരിച്ചു പോയിട്ടുണ്ട്, നമ്മളുടെ ബാപ്പയും ഉമ്മമാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി മൈതാനിയിൽ കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തൈക്കണ്ടി ഉസ്താദ് മുതൽ അധികാരി കുഞ്ഞമ്മദ് ഹാജി മുതൽ കണാറണ്ടി ഉസ്താദ് മുതൽ ഒരുപാട് മഹാന്മാരും നല്ലവരായ ജനങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരും ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉസ്താദ് അവർകളെ ആദരപൂർവ്വം നമുക്ക് ഉപദേശിക്കാനും നമുക്ക് ദുആ ചെയ്തു തരാനും വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മുടെ ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ
സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 100% വിദ്യാർത്ഥികളും വിജയിച്ചിരിക്കുന്നു. 5ഉം 6ഉം റാങ്കുകൾ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത്. ആ കുട്ടികളെ പഠിപ്പിച്ച സമാദരണീയരായ ഉസ്താദുമാർക്ക് ബഹുമാന്യരായ ശൈഖുനായുടെ കരങ്ങളാൽ ഉപഹാരം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ CBSE പരീക്ഷയിൽ SSLC CBSE പരീക്ഷയിൽ കഴിഞ്ഞ തവണ 100% വിദ്യാർത്ഥികളും ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി. നല്ല ഒരു പെർസെൻറ്റേജ് കുട്ടികളും A+ഓടുകൂടെ തന്നെയാണ് വിജയിച്ചത്. ഈ വർഷവും ആ വിജയം ആവർത്തിക്കാൻ വേണ്ടി പ്രത്യേകമായി ഉസ്താദ് അവറുകൾ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഷാജഹാൻ മുസ്ലിയാരെയും യൂസുഫ് സക്കാഫിയെയും അത് നൽകുന്നതിനു വേണ്ടി വന്ദിരായ ശൈഖുനെയും ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. വന്ദിരായ പേരോട് ഉസ്താദ് അവറുകൾ 7 ദിവസം സൂറത്തുർ റഹ്മാൻ നമ്മുടെ നാദാപുരത്ത് വെച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ ദാറുൽ ഹിദായ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ അത് പ്രസംഗ സദസ്സിൽ വെച്ചുകൊണ്ട് നോട്ട് ചെയ്ത് പ്രബന്ധമാക്കി അവതരിപ്പിക്കുകയും നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദുമാർ അത് വാല്യൂ ചെയ്യുകയും ചെയ്തു. അതിൽ സീനിയർ വിഭാഗത്തിൽ 1ും 2ും നേടിയ മുഹമ്മദ് അൻഷിദ്, സിറാജ് KP, അതുപോലെ ജൂനിയർ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ അഫ്സൽ വാണിവേൽ, തൊൽഹത്ത് ബിൻ ഉബൈദില്ല തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് വന്ദിരായ ഉസ്താദ് അവറുകൾ ഉപഹാരം നൽകുന്നു. അതിനുവേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വർണം കൊടുത്തയച്ച സ്ത്രീകളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. 10 കസേര, 2 സ്വർണ്ണമാതിരം മുഹമ്മദ് അച്ചാന്റെ ഇവിടെ കൊടുത്തയച്ച കടവത്തൂർ. അള്ളാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ഉസ്താദ് ആർക്കും 10 കസേര പുന്നൂർ തമ്മദ് ഹാജി പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹി അലീമിൽ ഖുദ്റത്തി വസ്സാൻ ശദീദുൽ ബത്ശ് വൽ ബുർഹാൻ حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم والصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه الذين